ഇത് ലീക്കേജാണ്. അതായത് ഇത് കൃപ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ നഷ്ടപ്പെടാൻ, ചോർന്നു പോകാൻ സാധ്യതയുള്ള ഒരു ലീക്കേജുകളാണ്. ഇത് ബ്ലോക്ക് ചെയ്യണം നമ്മൾ. ഇപ്പം ഞാൻ കുഞ്ഞുങ്ങളോട് സംസാരിക്കണില്ലേ, അപ്പോൾ അവരെല്ലാം എഡ്യൂക്കേറ്റഡാണ്. പക്ഷേ അവരോട് ഞാൻ പറയും, മക്കളെ എഡ്യൂക്കേഷൻ നിങ്ങൾക്കുണ്ട്, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇൻ്റലിജൻ്റായിട്ട് വേണം വിശ്വാസം ഒരു ഇൻ്റലിജൻ്റ് അഫെയറാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, ഫെയ്ത്ത് ഇസ് നോട്ട് എൻ ഇമോഷണൽ അഫെയർ. അത് ഇൻ്റലിജൻ്റ് ബുദ്ധിപരമായ ഒരു വിനിമയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ല, അതിന് ഈ വൈകാരികമായ ഒരു വിനിമയമല്ല, ബുദ്ധിപരമാണത്. ഞാൻ ഇപ്പം മക്കളോട് പറയും, ദൈവത്തോട് നിങ്ങൾ ഇടപെടുമ്പോൾ ഇൻ്റലക്റ്റായിട്ട് ഇൻ്റലിജൻ്റായിട്ട് ഇടപെടണം. എന്താ കാര്യം? ഇപ്പം നിങ്ങളിപ്പോൾ ഒരു IELTS MOH അതൊക്കെ പഴയ അല്ലെങ്കിൽ PSC എന്തെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോകണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഉടമ്പടിയിൽ നിൽക്കുകയാണ്. ഉടമ്പടി നിൽക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഉടമ്പടി പ്രകാരം പരിശുദ്ധ പ്രവർത്തനം ചെയ്യുന്നുണ്ട്, അല്ലേ? പരിശുദ്ധ പ്രവർത്തനം, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ രോഗികളെ കാണുന്നുണ്ട്, ഒക്കെ ശരി. നിങ്ങൾ സൗമ്യത പാലിക്കുന്നുണ്ട്, പ്രാർത്ഥനയിൽ ജീവിക്കുന്നുണ്ട്, ഇതൊക്കെ ശരി. പക്ഷെ ദൈവത്തിന് ഒരു കാര്യം അറിയാം. എന്താണ് ദൈവത്തിന് അറിയാവുന്നത്? നിങ്ങൾ ഈ പരീക്ഷക്കാലം കഴിയുമ്പോൾ പഴയ ആൾക്കാരുമായിട്ട് കൺവേർട്ട് ചെയ്യുമെന്നറിയാം. അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇതാണ് പ്രശ്നം. ഇൻ്റലിജൻ്റ് എന്ന് പറയാം, ഫെയ്ത്ത് ഇൻ്റലിജൻ്റായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇത് ലീക്കേജാണ്. ഇത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള മുൻവിധിയുണ്ട്. അതായത് ഈ അഭ്യാസവും ഈ പ്രാർത്ഥനയൊക്കെ കാണിക്കുന്നത് വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രമാണ്, തൽക്കാലം ജയിച്ചു കയറാൻ വേണ്ടിയുള്ള ഉടായ്പാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ തനി സ്വഭാവം കാണിക്കും. തനി സ്വഭാവം, അതാണ് ലീക്കേജ് എന്ന് പറയുന്നത്. നിങ്ങളുടെ തനി സ്വഭാവം, കണ്ടത്തടിക്കും മുണ്ടത്തടി അപ്പൻ്റെ അടുത്ത്. നിങ്ങൾക്കറിയാമില്ല, നമ്മൾ നാട്ടുകാരുടെ കടത്തിലൊന്നും കയറണ്ട, അവർ ഇങ്ങനെ പെടറി ഞൊട്ടിക്കൊണ്ട് പോകും. നിങ്ങളുടെ കാര്യം നിങ്ങൾ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് അറിയാൽ മതി, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. ദാറ്റ് ഈസ് യു. സ്വന്തം അമ്മയോട് എന്താ നിങ്ങൾ പെരുമാറണത്, അല്ലെങ്കിൽ സ്വന്തം അമ്മമ്മയോട് അപ്പനോട് എന്താ പെരുമാറണത്, അതാണ് നിങ്ങൾ. അതെൻ്റെ അപ്പനല്ല എൻ്റെ അമ്മയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല എന്തും പറയാനോ എന്തും ചെയ്യാനോ. ദാറ്റ് ഈസ് നിങ്ങളതാണ്. ഇപ്പോൾ ദൈവം അസസ് ചെയ്യുമ്പോൾ അതാണ്. അപ്പൻ ചിലപ്പോൾ ക്ഷമിക്കും, അമ്മയെ ക്ഷമിക്കും. കാര്യം നിങ്ങളെ പെറ്റ് വളർത്തിയ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്കുള്ളത് കൊണ്ട് അവർ ക്ഷമിക്കാൻ മാർഗമില്ലല്ലോ, അതുകൊണ്ട് അവർ മിണ്ടത്തില്ല. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ സ്നേഹിക്കണമെങ്കിൽ മാത്രമേ ഈ പണിക്കിറങ്ങാവൂ. മനസ്സിലായില്ലേ? 15-14 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 15:14. യോഹന്നാൻ 15:14. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ എന്നാണ് ഈശോ പറഞ്ഞത്. അല്ല, ചെയ്യുന്നെങ്കിൽ. ഉടമ്പടിയാണ് സംഭവം. ഇതെല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ എന്നാണ് ഈശോ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വചനം അവിടെ ഇരുന്നുകൊണ്ട് 3000 പ്രാവശ്യം ചെല്ലിയാൽ മതിയായിരുന്നു. വർക്കൗട്ട് ചെയ്യത്തില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പറഞ്ഞേ, നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. അപ്പൊ എൻ്റെ സ്നേഹിതരാണെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ്. യു ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായില്ലേ? എൻ്റെ സ്റ്റാറ്റസ് എന്താണ്? പൗരോഹിത്യത്തോട് കാണിച്ച ഒരു ശുശ്രൂഷ ജീവിതമാണ് എൻ്റെ സ്റ്റാറ്റസ്. ദൈവത്തിൻ്റെ മുമ്പ് എൻ്റെ സ്റ്റാറ്റസ് അതാണ്. ഞാൻ വളരെ നീതി പുലർത്തി ഇത്രയും നാൾ ജീവിച്ച ഒരു ജീവിതമാണ്. അതാണ് എൻ്റെ സ്റ്റാറ്റസ്. നിങ്ങളുടെ ജീവിതം എന്താ? നിങ്ങളുടെ ദൈവവിളി, കുടുംബജീവിതം, അതിനോട് നീതി പുലർത്തി കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ അതാണ് 15:7. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ.
വായിച്ചോളൂ. നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പം ഇവിടെ പ്രധാനപ്പെട്ട വാക്യതാണ് ഈ വചനത്തിൽ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും. ഇവിടെയാണ് വിഷയം. ഇതാണ് ഫെയ്ത്ത് ഈസ് ആൻ ഇൻ്റലിജൻ്റ് അഫെയർ എന്ന് പറയണത്. ഈ ദൈവം എന്താ നോക്കണത്? ഈ വസ്തു വിൽക്കണ വരെ മാത്രമേ ഇവള് ഇങ്ങനെ കറങ്ങി ദൈവത്തിന് ചുറ്റിപ്പറ്റി നടക്കത്തുള്ളൂ. ഭർത്താവിൻ്റെ വെള്ളവടി മാറണ വരെ മാത്രമേ ഇവളിങ്ങനെ കർത്താവ് എന്ന് പറഞ്ഞിങ്ങനെ ചുറ്റിപ്പറ്റി രോഗികളെ കാണുകയും എന്നൊക്കെ ചെയ്ത് നടക്കുകയും ചെയ്യുന്നല്ലോ. അത് കഴിഞ്ഞാലുള്ള നിൻ്റെ എല്ലാ സ്കാനിങ് റിപ്പോർട്ടും കർത്താവിനടുത്തുണ്ട്. അതാണ് ദൈവത്തിൻ്റെ കണ്ണിൽ പോയിടാൻ പറ്റത്തില്ല. നിങ്ങളകപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ അതായത് ഇൻ്റലിജൻ്റ് ആയിരിക്കണം ഈ വിഷയത്തിൽ. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? കർത്താവേ, ഈ കടന്നാലും ഞാൻ അങ്ങയുടെ മകളായി ജീവിക്കും. കൈയിടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്താണ്? കർത്താവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുക, അല്ലേ? കർത്താവിൻ്റെ മനസ്സിനെ അതായത് രക്തസ്രാവക്കാര രോഗിയെ കർത്താവിനെ പ്രസാദിപ്പിച്ചത് പ്രാർത്ഥന കൊണ്ടല്ല, പിന്നെ എന്താണ്? പ്രയോഗം കൊണ്ടാണ്. അവളെന്താ പ്രയോഗിച്ചത്? അവളെ പിന്നിലൂടെ വന്ന്, നമുക്കറിയാമല്ലോ, ദൈവത്തിനെ സമീപിക്കുന്നവർ മുമ്പിൽ വരണമെന്നൊന്നും ഒരു ആഗ്രഹമില്ല. ദൈവത്തിന് മുമ്പും പുറകൊന്നുമില്ല. ദൈവം മനസ്സിലായില്ലേ? പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൾ ശബ്ദിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. പിന്നെ എന്ത് ചെയ്ത്? ഉള്ളിൽ മത്തായി 9:21 പറയും പോലെ ഉള്ളിൽ വിചാരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. വിശ്വാസം വിചാരത്തിൻ്റെ രൂപത്തിൽ അവിടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഉള്ളിലുണ്ടായിരുന്ന വിചാരത്തെ വളരെ നിശബ്ദമായി അവൾ പ്രയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി. ഈ പ്രയോഗം ഏറ്റവും കൂടുതലുള്ള ഉടമ്പടിയിലാണ് ഏറ്റവും കൂടുതൽ പ്രയോഗമുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ശ്രുതിക്കട്ടെ മക്കളെ. യേശുവേ സ്വസ്ഥം. സാക്ഷ്യത്തിലെ സ്റ്റെഫിയാണ്, സ്റ്റെഫി തൃശ്ശൂരെ. അവരുടെ വിഷയം, അവർ പ്രഗ്നൻ്റായി. അപ്പോൾ അതായത് അവൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്റ്റെഫിയുടെ വയറ്റിലൊരു മുഴ, കുട്ടിയുടെ ഹൃദയത്തിൽ മുഴ, ഗർഭസ്ഥ ശിശുവിൻ്റെ കുട്ടിയുടെ തലയിലും മുഴ. ഇപ്പോൾ ഡോക്ടറിൻ്റെ ഉപദേശം എന്താണ്? ഇതിനെ എടുത്ത് കളയുക, വേറെ മാർഗമൊന്നുമില്ല. ഇനി ജനിച്ചാൽ തന്നെ അത് വല്ല ബുദ്ധിമാന്ദ്യമോ ഉള്ള വൈകാല്യമുള്ള കൊച്ചാകും. കാര്യം കൊച്ചിൻ്റെ അമ്മയുടെ വയറ്റിൽ മുഴയുണ്ട്. അപ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷൻ്റെ ഒക്കെ ഒത്തിരി പ്രോബ്ലംസ് വരും. അല്ലാതെ തന്നെയുള്ള ഭക്ഷണ പ്രശ്നങ്ങളൊക്കെ എല്ലാം വരും. പിന്നെ എന്താ? കുട്ടിയുടെ ഹൃദയത്തിൽ മുഴ, പിന്നെ തലയിൽ മുഴ. അപ്പോൾ അത് ചാപിള്ളയായിട്ട് ജനിക്കും, അല്ല ജനിച്ചാൽ തന്നെ കുട്ടിയെ കിട്ടാൻ മാർഗമില്ല. അപ്പോൾ എന്നിട്ട് സ്റ്റെഫി വിശ്വാസത്തെ വിട്ടുപോകണില്ല. നമ്മുടെ ഈ ഉടമ്പടി ആൾക്കാരെ കൊണ്ട് ഇപ്പോൾ ശരിക്കും, അതായത് പല ആൾക്കാരുടെയും വിശ്വാസം പെട്ടെന്ന് 8ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലായി, പെട്ടെന്ന് PDC ആയി, പെട്ടെന്ന് വിശ്വാസം ഡിഗ്രിയായി, പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പെട്ടെന്ന്. നിങ്ങൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പാസ്സായി പോണ കേൾക്കാം. ഓൾ പ്രൊമോഷനല്ല, ശരിക്കും. അതായത് ഒരു വിഷയത്തെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്, എബിലിറ്റി ടു ഇൻവെസ്റ്റ് ഓൺ എ പ്രോബ്ലം, അതാണ് നമ്മുടെ ഇവിടെ. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ? വിശ്വാസം എന്ന് പറയണത് എബിലിറ്റി ടു ഇൻവെസ്റ്റ് ഓൺ എ പ്രോബ്ലം ഇൻ ദ ബേസിസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു വിഷയം ദൈവത്തിനെ ഏൽപ്പിച്ചിട്ട് അതിൽ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യും. അതൊരു കഴിവാണ് ശരിക്കും. വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ്. അത് പെട്ടെന്ന് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്നത് പ്രോബ്ലത്തിൽ നിങ്ങൾ അലയണമെന്നല്ല ഉദ്ദേശിക്കുന്നത്.
നിങ്ങളുടെ വിശ്വാസത്തിനെ ദൈവം പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യും. ഫെയ്ത്ത് അപ്ഗ്രഡേഷൻ സംഭവിക്കും. നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ലെങ്കിൽ നമ്മുടെ ഫെയ്ത്ത് സീറോ ഫെയ്ത്തായിട്ടിരിക്കും. മനസ്സിലായില്ലേ? ഇനി ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് തന്നെ വിചാരിക്കുക. നിങ്ങളത് ദൈവത്തിൻ്റെ ഫോർമാറ്റിൽ കൊണ്ടുവരുന്നില്ല, ബുദ്ധിയുടെ ഫോർമാറ്റിൽ കൈകാര്യം ചെയ്താലും സീറോ ഫെയ്ത്താണ് റിസൾട്ട്. അച്ഛൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇപ്പോൾ സ്റ്റെഫി, ഇപ്പോൾ ഡോക്ടർ എന്താ പറയണത്? ഡോക്ടർ ഇൻ്റലക്ച്വൽ ഫോർമാറ്റാണ് അത് ഉപയോഗിക്കുന്നത് ബുദ്ധിപരമായിട്ട്. അത് ആ കുട്ടിയെ കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയണത്. കുട്ടിയെ കിട്ടിയിട്ട് കാര്യമില്ല, ഇറ്റ് ഈസ് ബെറ്റർ ടു അബോർട്ട്. ആ വൈദ്യശാസ്ത്രം അങ്ങനെ ചെയ്യത്തുള്ളൂ. ആവശ്യമില്ലാത്ത ഒരു റിസ്ക്കും അവരെടുക്കത്തില്ല. കാര്യം അങ്ങനെ ഒരു കുട്ടി ജനിച്ചാൽ പിന്നെ രാഷ്ട്രത്തിന് 2-3 പ്രശ്നങ്ങളാണ്. അമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം നോൺ പ്രൊഡക്റ്റീവ് ആകും. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവർ കൊച്ചിനെ ചുമന്നുണ്ടാക്കേണ്ടി വരികയില്ലേ. അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ട് കുട്ടിക്ക് അമ്മയ്ക്കും രാഷ്ട്രം തീറ്റി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അതാണ് രാഷ്ട്രത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഡോക്ടർമാർക്കെല്ലാം വളരെ റാഷണലായിട്ടുള്ള ഉപദേശമാണ് കൊടുക്കണം. അപ്പോൾ അവർ പറയും ഇറ്റ് ഈസ് ബെറ്റർ ടു ടെർമിനേറ്റ് എന്ന് പറയും. പക്ഷേ ഇത് ആരോടാ പറഞ്ഞിരിക്കണത്? ഒരു വിശ്വാസിയോടെ പറഞ്ഞിരിക്കണത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടർ പറയുന്ന ബുദ്ധിയുടെ അപ്പുറത്ത് അവർ വേറെ ഒരു ശക്തിയെ കാണുന്നുണ്ട്. ഇതിന് നമുക്കറിയാം, ദൈവം സാന്നിധ്യം നൽകുന്നത് ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും രൂപത്തിലാണ്. ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും രൂപത്തിൽ നമ്മൾ ദൈവം എന്ന് പറയുന്നുണ്ടെങ്കിലും അനുഭവതലത്തിൽ നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കിട്ടണത് ശക്തിയും ജ്ഞാനവുമാണ് ദൈവം. ഇപ്പം ഈശോയുടെ വചനം തന്നെ കേൾക്കാമല്ല. ഇപ്പം 1 Corinthians 1:24 ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 Corinthians 1:24 ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. അപ്പം ക്രിസ്തു ആരാണ്? ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. അപ്പോൾ ദൈവത്തിൽ നമുക്ക് 2 കാര്യം കിട്ടും. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഒരു വിഷയത്തിൻ്റെ ആശയ പരിസരം. ഇപ്പോൾ ഈ ടേബിൾ ഉണ്ടാക്കണം, ആദ്യം എന്ത് ചെയ്യണം? ടേബിൾ വരക്കണം, അല്ലേ? അതിൻ്റെ അപ്പോൾ വീടാണെങ്കിൽ പ്ലാൻ ഉണ്ടാക്കണം, അല്ലേ? അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലോകം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ദൈവം ഇതിൻ്റെ സ്കെച്ച് ഉണ്ടാക്കണം, സ്കെച്ചും പ്ലാനും ഉണ്ടാക്കണം. എന്നിട്ടാണ് അതിൻ്റെ അകത്ത് മാറ്റർ ഫില്ല് ചെയ്യണത്. അപ്പോഴേ അതുപോലെ തന്നെ അത് പ്രയോഗമെന്ന് പറയും. ഇപ്പോൾ ആദ്യം സിദ്ധാന്തം, പിന്നെ പ്രയോഗം. അതാണ് ജ്ഞാനവും ശക്തിയും. ശക്തിയാണ് പ്രയോഗം വരണത്. ദൈവം പവറായതുകൊണ്ട് പ്രയോഗം ശക്തിയിൽ വരുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് നമ്മുടെ ബോഡിയിലാണ് ഈ ശക്തി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഹീലിംഗ് ആയിട്ട് വരും. അതിനൊരു മീഡിയമായിട്ടാണ് ഉടമ്പടി തരം ഉപയോഗിക്കുന്നത്. ഉടമ്പടി തരം നമ്മൾ ഉപയോഗിക്കത്തില്ലേ? ഉടമ്പടി തരം ഞങ്ങൾ അതിൻ്റെ അകത്ത് പവർ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇൻകൾക്കേറ്റ് ചെയ്യണത്? അത് കർത്താവ് നൽകിയ വിശുദ്ധ പൗരോഹിത്യത്തിൻ്റെ പരമാധികാരത്തിൽ കർത്താവ് ആശീർവാദ അനുഗ്രഹം തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആശീർവാദ അനുഗ്രഹം ചില അച്ഛന്മാർ സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ആ പള്ളിയിൽ കൊണ്ടുവന്ന സാധനങ്ങൾ വെഞ്ചരിച്ച് കൊടുക്കാനേ ഉപയോഗിക്കത്തുള്ളൂ. ഞാൻ ആശീർവാദ അനുഗ്രഹം എല്ലാത്തിനും ഉപയോഗിക്കുമായിരുന്നു, എല്ലാത്തിനും. കാര്യം എനിക്കത് കിട്ടിയത് ഞാൻ പഠിക്കുന്ന കാലത്ത് ജോൺ പോൾ മാർപ്പാപ്പ വത്തിക്കാൻ്റെ അരമനയുടെ മുകളിൽ ഈ അറ്റ്ലാന്റിക് സമുദ്രം കൂവിക്കുത്തി ഉയർന്നു വന്നിരുന്നു, ഇറ്റലിയെ വിഴുങ്ങണ പോലെ. അപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പ അരമനയിൽ നിന്നുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മേൽ കൈ ഉയർത്തിക്കൊണ്ട് സമുദ്രത്തെ ആശീർവദിച്ചു. ഇത് 1983-84 ഇത് സംഭവിക്കുന്നത്. ഇത് എന്നെ വല്ലാത്ത രീതിയിൽ ഹോണ്ട് ചെയ്ത് എനിക്കൊരു തുറവ് കിട്ടി. എന്താ കാര്യം? ഇത്രയും ധൈര്യമായിട്ട് സമുദ്രത്തിൻ്റെ മേൽ കൈ ഉയർത്താൻ കർത്താവിൻ്റെ പുരോഹിതനെ മാത്രമേ കഴിയത്തുള്ളൂ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം പ്രയോഗത്തിൽ വരുത്തുവാനുള്ള വലിയ കൃപ ഞങ്ങൾ